ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സാറ്റർഡേ കൂടിയാണ്. ഈ വീക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ലോങ് വീക്കെൻഡാണ്, അതായത് ബാങ്ക് ഹോളിഡേ ഉണ്ട്. നമുക്ക് 3 ദിവസം അടുപ്പിച്ച് അവധിയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് അച്ചാറുകളൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. നാരങ്ങയും ഡേറ്റ്സും. ഇതെനിക്ക് നെക്സ്റ്റ് 2 വീക്സിനുള്ള ഒരു പ്രോഗ്രാമുണ്ട്, വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് വേണ്ടി ഞാൻ അച്ചാർ പ്രിപ്പയർ ചെയ്തതാണ്. അതെല്ലാം ഞാൻ സോക്ക് ചെയ്തെല്ലാം ഉപ്പൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. ആദ്യം എണ്ണ എടുത്തിട്ട് അതിലേക്ക് മുളകിട്ടതിന് ശേഷം ഒരു സവാളയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം കോവയ്ക്കാണ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ്. ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കുറച്ച് സ്പൈസായിട്ട് കിട്ടാൻ വേണ്ടിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എരിവുള്ള മുളക് പൊടി ചേർത്താലും നല്ല രുചിയായിരിക്കും. ഇനിയും കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടി കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുകയാണ്. കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം ഇതിങ്ങനെ തുറന്ന് വെച്ച് ആവശ്യത്തിന് നല്ലതായിട്ട് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പരുവൊക്കെ ആയപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മീനൊക്കെ പൊള്ളിക്കുമായിരുന്നു. ഈ മീൻ പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പം ഇതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിക്ക് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു രുചി കിട്ടുന്നത്. ഇതിൻ്റെ എരി എന്ന് പറയുന്നത് ശരിക്കും ആ കുരുമുളക് പൊടിയിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഈ മസാലയിലോട്ട് വെച്ച് നമ്മളൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ എപ്പോഴും സാധാരണ രീതിയിൽ മീൻ വറുക്കുമ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ആ മസാല മാത്രം മതിയാവും. ഇനി ഞാനൊരു തോരനും കൂടെ വെക്കുന്നുണ്ട്. നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു കറിയോ തോരനോ അങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. നമ്മുടെ ഒരു ഷെഡ്യൂളിനനുസരിച്ചാണ്. വീക്കെൻഡിലാണ് നമ്മളിങ്ങനെ കുറേ കറികളൊക്കെ വെച്ച് കഴിക്കുന്നത്. പിന്നെ ഞാൻ തോരന് വേണ്ടിയുള്ള കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് മുളകും കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് വഴറ്റുവാണ്. ഇനി തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതും ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷമാണ് ഞാനിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചും വേവിക്കാം. ഞാനിത് ചോപ്പറിലായിരുന്നു അരിഞ്ഞത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ തീരെ ഫൈൻ ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു, മീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. അത് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറുകളൊക്കെ ഇടാൻ തുടങ്ങി. ആദ്യം ഞാൻ അടമാങ്ങ ഇട്ടുമായിരുന്നു. അടമാങ്ങ ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് അച്ചാറായിട്ട് ഇട്ടത്. നോർമലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഈ ഇത്രയും പൊടികളാണ് ചേർത്തത്. ഞാൻ കുറച്ച് വെളുത്തുള്ളി ആക്ച്വലി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. ഇത് ഞാൻ ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാറിട്ടത്. ഒരുപാട് വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അച്ചാറായിട്ടാണ് ഇട്ടത്. നാരങ്ങ ഞാൻ അത്യാവശ്യം കുറച്ച് ചാറായിട്ടാണ് ഇട്ടത്, കാരണം അതിനെനിക്ക് ഇതുപോലെ പരിപാടിക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇട്ടത്. നേരത്തെ ഇട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, അന്നേരമായിരിക്കും. ഇവിടുത്തെ നാരങ്ങയ്ക്ക് നല്ല കട്ടിയുള്ള തോടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അന്നത്തെ ദിവസം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അത്രയും സോക്കായിട്ട് വരത്തില്ല. എൻ്റെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴം നാരങ്ങ ഇട്ട അച്ചാറാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ